ഇന്നലെ എന്നെ ഒരാൾ വിളിച്ചു. പറയൂ. ആരായിരുന്നു ഫോണിൽ? അനീഷ് അൻവർ എന്നാണ് സംവിധായകന്റെ പേര്. രാസ്ത എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ ആണ് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ച്. രാസ്ത എന്നെ ഇടിച്ചു പരത്തും. അത് കഴിയുമ്പോ എനിക്കെതിരെ കോടതിയിൽ കേസൊക്കെ കൊടുക്കും. മഹാന്മാരെ എല്ലാം പോലീസ് പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്നെ കൊല്ലും. അവന്റെ അന്ത്യണ്ടല്ലോ, ഇവിടെ നോക്ക് മരണായിരിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പറച്ചിലൊക്കെ ആയിട്ട് ഇന്നലെ എന്നെ ഒരാൾ വിളിച്ചു. ഗുഡ്. ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. നിന്നെ ഞാൻ കൊല്ലും എന്നൊക്കെയുള്ളതാണ്. എന്നെ സംബന്ധിച്ച് ഇച്ചിരി പേടിപ്പെടുത്തുന്ന കാര്യമാണ്. അവൻ കൊല്ലൂന്ന് പറഞ്ഞപ്പോ സാറിന് വരണ്ടല്ലേ? തലയുടെ വരെ തനിക്കറിയില്ല. അത് പോയാ പിന്നെ എല്ലാം കൊണ്ടും എനിക്കത് വളരെ വീക്കായിട്ടാണ് തോന്നിയത്. ഇതിലൂടെ പഠിക്കും. എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അതായത് ഹെഡ്സെറ്റ് ഉണ്ടെങ്കിൽ ഇപ്പഴേ എടുത്ത് കുത്തിക്കോ. കാരണം നല്ല ഒന്നാം തരം തെറിവിളികളൊക്കെ ആയിരിക്കും നിങ്ങൾ ഇന്ന് കേൾക്കാൻ പോണം. ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ തെറി വിളിക്കല്ലേ ഒരു മനുഷ്യനാണ് ഞാൻ. നമ്മളിതിലില്ല, കണ്ടാ മതി. ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് കാവളച്ചൊരു തെറിയും ആർക്കിച്ചൊരു തുപ്പും. സ്ഥലം പൊക്ക്, അഡ്രസ് പൊക്ക്, അഡ്രസ് പൊക്ക്. സോറി, നിങ്ങൾക്ക് അഡ്രസ് വന്നത് പ്രൂവ് ചെയ്യേണ്ട ഗതികേട് എനിക്കില്ല. എന്താടാ നിനക്കും പേടിയായോ? പേടിയാ? മിനി പുളിക്കും, പേടിക്കും, ദൈവന്മാര് പേടിക്കും. തെറിയ പറയോളാ. എന്റെ അമ്മേ, ഇത്രയും പുളിച്ച തെറി ഞാൻ എന്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല. എനിക്ക് പിന്നെ തെറിയൊന്നും കേൾക്കേണ്ടി വന്നില്ല. കേറിയപ്പോ തന്നെ ചെവി പൊത്തി ഒരൊറ്റ അടിയാണ്. പിന്നെ കമാന്നൊരക്ഷരം ഞാൻ കേട്ടില്ല. അത് വെച്ച് നോക്കുമ്പോ ഇത് എത്ര ഭേദം. ശരി, ആയിക്കോട്ടെ. അപ്പൊ ശരി, എന്നാ ഇന്നത്തേക്കുള്ള കഴിഞ്ഞില്ലേ? ഇന്നിനി വയ്യ, നാളെ വന്ന് ബാക്കി വാങ്ങിച്ചോളാം. ഇനി മറ്റൊരു വലിയ മനുഷ്യനുണ്ട്. ഈ നാടിന്റെ കുന്തിരിക്കമായ രോമാഞ്ച കഞ്ചുകിതനായ ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട കുറുപ്പ് സാർ. വെറും കുറുപ്പെന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. കുറുപ്പെന്ന് പറഞ്ഞാലേ നാട്ടുകാർക്ക് മനസ്സിലാവൂ. ഈ സിനിമയുടെ ഡയറക്ടർ കൂടിയായിട്ടുള്ള അനീഷ് അൻവർ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ഇതുപോലൊരു ക്രിഞ്ചേഷ് കുമാർ, അതുപോലത്തെ ഒരു കഥാപാത്രം. ആ കഥാപാത്രം തന്നെ വെറുപ്പിക്കലാണ്. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ ഓവർ ആക്ടിങ്. നമുക്ക് പോവാം. അവൻ നോർമൽ ആയിട്ട് നമുക്കൊന്ന് സംസാരിക്കാം. എല്ലാം പറഞ്ഞ പോലെ. ഗുഡ് നൈറ്റ്. ഇപ്പൊ എത്ര